ജാവ സ്ക്രിപ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ് നമ്മളിന്ന് സെഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് മോഡ്യൂൾ എല്ലാവരും കവർ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇതുവരെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോ അതല്ല നമ്മുടെ ലെക്ചർ ടെസ്റ്റിലോ ഇൻക്ലൂഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ മാക്സിമം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കോഡിങ്ങിന്റെ കുറച്ച് ഏരിയയിലും കൂടെ കണ്ടന്റ് വേണമെന്ന് തോന്നി, അതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: What is the correct JavaScript syntax to change the content of the HTML element below? പാരഗ്രാഫ് എലമെന്റ് ആണ്, ദാറ്റ് ഈസ് കീ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഐ ഡി എന്നുള്ളത് നമ്മുടെ ഐഡന്റിഫയർ, ഡെമോ ഐ ഡിയുടെ നെയിം വരുന്നത്. ദെൻ പാരഗ്രാഫ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, ദിസ് ഇസ് എ ഡെമോൺസ്ട്രേഷൻ ആൻഡ് എൻഡ് ഓഫ് ദി പാരഗ്രാഫ് എലമെന്റ്. ഓക്കെ, വാട്ട് വിൽ ബി ദി കറക്റ്റ് ആൻസർ? കറക്റ്റ് ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ടു ചേഞ്ച് ദ കണ്ടന്റ് ഓഫ് ദി HTML എലമെന്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടിപ്പിക്കലി കണ്ടുവന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഓപ്ഷൻ കൊടുത്തിട്ടില്ലല്ലേ, ഡി എന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബട്ട് സി, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? HTML എലമെന്റ്, അതിന്റെ കണ്ടന്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് എലമെന്റ് വെച്ചിട്ടുള്ളത്? ഏതായിരിക്കും ആൻസർ? ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ഇതാണ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇഫ് ഇവിടെ HTML എലമെന്റ് അല്ലെങ്കിൽ ID വെച്ചിട്ടാണ് നമുക്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ആൻസർ വന്നാൽ. ഓക്കെ, ഇത് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതുപോലത്തെ ആണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഇതാണ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് പി. ആ പി എന്നുള്ള നമ്മുടെ HTML എലമെന്റ് ആണ് ഇവിടെ. പാരഗ്രാഫ് എന്നുള്ളതാണ് ഇവിടുത്തെ HTML എലമെന്റ്. ആ എലമെന്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ കറക്റ്റ് സിൻടാക്സിൽ കൊടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഡു യു ക്രിയേറ്റ് എ ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്? ഓപ്ഷൻ എ എന്നാണ് കറക്റ്റ് ആണ്. അതായത് ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തതിന് ശേഷം ഏതാണോ നമ്മുടെ ഫംഗ്ഷന്റെ നെയിം അതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഫംഗ്ഷന്റെ നെയിം എന്ന് പറയുന്നത് മൈ ഫംഗ്ഷൻ ആണ്. ദെൻ പാരാമീറ്റേഴ്സ് എക്സസ് ചെയ്യാനായിട്ട് എന്താണ് ഓപ്പൺ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇനി എന്തെങ്കിലും കോഡ് സ്പെസിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ടു റൈറ്റ് ആൻ if സ്റ്റേറ്റ്മെന്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? ഓപ്ഷൻ എ: if I equal to 5, then B if I equal to 5, C if I equal to 5, then D if I equal to 5. Which is the answer? കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് ഈ ഫസ്റ്റ് ഓപ്ഷന്റെ കൂടെ എന്താണ്? ബ്രാക്കറ്റ് വന്നിട്ടില്ല. ഓക്കെ, ആബ്സെൻസ് ഓഫ് ബ്രാക്കറ്റ് ഉണ്ട്. പിന്നെ ദെൻ എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ദെൻ സെക്കൻഡ് ഇതിന്റെ കൂടെ തന്നെ അഗെയിൻ ബ്രാക്കറ്റിന്റെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഈ ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിനകത്ത് സിംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വീണ്ടും ഇവിടെ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഒരു ഈക്വൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ബി ആണ് ഓപ്ഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ: ഹൗ ഡസ് എ ഫോർ ലൂപ്പ് സ്റ്റാർട്ട്? യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഫോർ I equal to 0, I less than or equal to 5, I plus 1. Okay. How to insert a command that has more than one line? നമ്മൾ ഓൾറെഡി നമ്മൾ MCQൽ പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? മൾട്ടിപ്പിൾ ലൈൻ വരുമ്പോൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? മോർ ദാൻ വൺ ലൈൻ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ദാറ്റ് ഈസ് എ സ്ലാഷ് വിത്ത് എ സ്റ്റാർ. അങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് ഓഫ് കമന്റ്സ് സ്പെസിഫൈ ചെയ്യുന്നത്. എൻഡിങ് സ്റ്റാർ ബ്ലോക്ക് ഓഫ് കമന്റ്സ് സ്പെസിഫൈ. Next question: what is the correct way to write a JavaScript array? Yes, first option ആണ് correct. That is var colors equal to square bracket red, green, blue എന്നുള്ളതാണ് കറക്റ്റ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, ബാക്കിയെല്ലാം ഈ നൊട്ടേഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. array സ്പെസിഫൈ ചെയ്യാൻ ഓൾവേസ് വിത്ത് എ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ,
Next question. How do you round the number 7.25 to the nearest integer? Yes, first option ആണ്, that is math. Math objectല് റൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു നമ്പറിനെ അതിന്റെ നിയറസ്റ്റ് ഇന്റിജർ, ഇവിടെ 7.25 എന്നുള്ള നമ്പർ, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 7 ആയിരിക്കും ആൻസർ. സോ ഇത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്, നിയറസ്റ്റ് ആയിട്ടുള്ള ഇന്റിജർ. അപ്പൊ ഇവിടെ 7.56 ആയിരുന്നെങ്കിലോ അതിന്റെ നിയറസ്റ്റ് ഇന്റിജർ എത്രയായിരുന്നേനെ? 8 ആയിട്ട് റൗണ്ട് ചെയ്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. Next question. How do you find the number with the highest value of x and y? Math dot ceil of x comma y, math dot max of x comma y, top of x comma y, then ceil of x comma y. Highest value of x and y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വന്നിട്ടുണ്ട്. സോ ആ വാല്യൂസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കുക, ദെൻ മാത്ത് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹയസ്റ്റ് വാല്യൂ, ആ രണ്ട് വാല്യൂവിനും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ ക്ലയന്റ് ബ്രൗസർ നെയിം? ഇതങ്ങനെ ചോദിച്ചു കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അറിയാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്ത. ഓക്കെ, ഏതാണ് ആൻസർ? ബ്രൗസർ നെയിം ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ പറയുന്ന ബ്രൗസർ ഡോട്ട് നെയിം, നാവിഗേറ്റർ ഡോട്ട് ആപ്പ് നെയിം, ദെൻ ക്ലയന്റ് ഡോട്ട് നാവ് നെയിം, ദെൻ നൺ. ഓക്കെ, കറക്റ്റ് ആൻസർ ഇതാണ്, നാവിഗേറ്റർ ഡോട്ട് ആപ്പ് നെയിം ആണ്. അത് നമ്മൾ ഇങ്ങനെയാണ് പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡോക്യുമെന്റ് ടൈപ്പ് HTML ആ ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കുക. ലെറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സ്ക്രിപ്റ്റിലായിരിക്കും നമ്മൾ എപ്പോഴും ജാവാ സ്ക്രിപ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഓഫ് കോഡിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കറസ്പോണ്ടിങ് ആ ഒരു കോഡിലാണ് ഈ ഒരു വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ മീനിങ് ആണ് ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബ്രൗസർ എന്നുള്ളതാണ് നമ്മുടെ വേരിയബിൾ വരുന്നത്. ദെൻ ആ ബ്രൗസറിൽ എന്താണ്, നാവിഗേറ്റർ ഡോട്ട് ആപ്പ് നെയിം എന്ന് പറഞ്ഞ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ദെൻ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഡെമോ ഡോട്ട്, ഓക്കെ ID ഇതാണ്, ആ ഡെമോ യൂസ് ചെയ്തിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്, ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ബ്രൗസർ നെയിം. ഓക്കെ, ആ ബ്രൗസർ നെയിം എന്താണെന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സി, ഇങ്ങനെയാണ് നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, H1 വിൻഡോ നാവിഗേറ്റർ ഒബ്ജക്ട് എന്നുള്ളത് വരും, H2 സൈസിൽ ആപ്പ് നെയിം പ്രോപ്പർട്ടി എന്നുള്ളത് വരും, ബ്രൗസർ നെയിം ആണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിരിക്കുന്നത്. നെറ്റ്സ്കേപ്പ്, അതായത് ഇപ്പൊ ഏത് ബ്രൗസർ എടുത്ത് നോക്കിയാലും നമുക്ക് നെറ്റ്സ്കേപ്പ് എന്നുള്ളൊരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻസർ എന്താണ്, നാവിഗേറ്റർ ഡോട്ട് ആപ്പ് നെയിം. എന്തിനു വേണ്ടിയിട്ടാണ്, ക്ലയന്റ് ബ്രൗസർ നെയിം ഏതാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which event occurs when the user clicks on an HTML element? ഏതാണ് ആൻസർ? ഓൺ ക്ലിക്ക്, ഓൺ മൗസ് ക്ലിക്ക്, ഓൺ മൗസ് ഓവർ, ഓൺ ചേഞ്ച്. ഒരു HTML എലമെന്റിൽ യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഇവന്റ് ആണ് അവിടെ ഒക്കർ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതിന്റെ ആൻസർ ഓൺ ക്ലിക്ക് ആണ്. നെക്സ്റ്റ്, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നമുക്ക് മൗസിന്റെ എന്താണ് ഇപ്പൊ ഒരു HTML പേജിലൂടെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഇവന്റ്സ് ആണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വന്നിരിക്കുന്നത്. അവിടെ നോക്ക്, ഓൺ ക്ലിക്ക് ആയിരുന്നു നമുക്കുള്ളത്. ഓൺ ക്ലിക്ക് എന്താ ചെയ്യുന്നത്, യൂസർ ക്ലിക്സ് ഓൺ ആൻ എലമെന്റ്, ഏതെങ്കിലും ഒരു HTML എലമെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ പെർഫോം ചെയ്യുന്ന ഇവന്റ് എന്ന് പറയുന്ന ഓൺ ക്ലിക്ക് ആണ്. ഇതെല്ലാം ഇതിന്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ നോക്കണം, എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ്. പറയാൻ കാര്യമുണ്ട്, ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓൺ കോണ്ടെക്സ്റ്റ് മെനു ആണ്. യൂസർ റൈറ്റ് ക്ലിക്സ് ഓൺ ആൻ എലമെന്റ്, ഒരു എലമെന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാണ് വരുന്നത്, കോണ്ടെക്സ്റ്റ് മെനു. അവിടെ റൈറ്റ് ക്ലിക്ക് എന്നുള്ളൊരു മെനുവേ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ബട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ്, ഓൺ കോണ്ടെക്സ്റ്റ് മെനു എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു യൂസർ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഒരു എലമെന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഓൺ DBL ക്ലിക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ ആയിട്ട് തരും ഓൺ ഡബിൾ ക്ലിക്ക്, അതുപോലെ ഓൺ DBL ക്ലിക്ക്,
എന്നൊക്കെ നമുക്ക് ഓപ്ഷനിൽ വരും. ഓർത്തിരിക്കുക, ഡബിൾ ക്ലിക്കിനെ നമ്മൾ DPL ഓൺ DPL എന്നാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓൺ മൗസ് ഡൗൺ. മൗസ് ഡൗൺ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴാണോ നമ്മൾ ഒരെണ്ണത്തിന് ക്ലിക്ക് ചെയ്യുന്നത്, ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ആ മൗസിന്റെ ആ ഒരു ലെഫ്റ്റ് ഇത് എന്ത് സംഭവിക്കും? പ്രസ്ഡ് ഓവർ, ആ ഒരു എലമെന്റിന് മുകളിൽ പ്രസ് ആകുമ്പോഴാണ് ആ ഓപ്ഷൻ സെലക്ട് ആകുന്നത്. ഓക്കെ, ആ ഒരു ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൺ മൗസ് ഡൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓൺ മൗസ് എന്റർ, അതായത് മൗസ് പോയിന്റർ ആ എലമെന്റിലോട്ട്. ഇപ്പൊ ഇത് കണ്ടോ, ഇതിനകത്ത് ഇപ്പൊ ഈ മൗസ് എലമെന്റ് എന്താണ്? ആ ഒരു കറസ്പോണ്ടിങ് ഇതിനകത്തോട്ട് എൻ്റർ. ഇപ്പൊ ഇതൊരു എലമെന്റ് ആണ്, ഇതൊരു എലമെന്റ് ആണ്, അങ്ങനെ. ഇപ്പൊ ഈ ആൻസറിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു എലമെന്റ്. അങ്ങനെ ഓരോ എലമെന്റിലോട്ടും വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ മൗസ് എൻ്റർ എന്ന് പറയുന്നത്. ദെൻ മൗസ് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എലമെന്റിൽ വന്നതിന് ശേഷം നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നോക്കാനായിട്ട് മൗസ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും വരുന്നതാണ് ലീവ് എന്ന് പറയുന്നത്. ദെൻ മൗസ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇപ്പൊ ഒരു എലമെന്റിന് മുകളിലാകാം, എങ്ങനെ വേണേലും. ഓക്കെ, ത്രൂ ഔട്ട് ആ ഒരു വെബ് പേജിൽ എവിടെ വേണേലും നമുക്ക് ആ ഒരു മൗസിന്റെ മൂവ്മെന്റ് വരാം. ദാറ്റ് ഈസ് ഓൺ മൗസ് മൂവ് എന്ന് പറയുന്നത്. ഇനി ഓൺ മൗസ് ഔട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ മുകളിൽ ഒരെണ്ണം വന്നായിരുന്നു. അതായത് ഓൺ മൗസ് ലീവും ഓൺ മൗസ് ഔട്ടും ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും പാരലലി യൂസ് ചെയ്യാറുണ്ട്. ഓൺ മൗസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലമെന്റിലോട്ട് നമ്മൾ അതിനെ ചൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ദെൻ ഓൺ മൗസ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്ലിക്കില് പ്രസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ റിലീസ് ചെയ്യുന്ന ആ ഒരു ഇവന്റിനെയാണ് ഓൺ മൗസ് അപ്പ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു യു ഡിക്ലെയർ എ ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ? var car name semicolon v car name semicolon v variable car name. ഓപ്ഷൻ എ ആണ് VAR. വേരിയബിളിന് നമ്മൾ VAR എന്നുള്ള കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ വേരിയബിൾ നെയിം എന്താണോ അത് സ്പെസിഫൈ ചെയ്തതിനു ശേഷം സെമിക്കോളൻ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ ഫോളോയിങ് കോഡ് റിട്ടേൺ? ബൂലിയൻ ഓർ 10 greater than 9. ഇതെന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? നമുക്കറിയാം ബൂലിയൻ എന്നുള്ള ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഐദർ ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 10 greater than 9 എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 10 is greater than 9. അപ്പൊ ഇവിടുത്തെ ആൻസർ വരേണ്ടത് എന്താണ്? ട്രൂ ആണ് ആൻസർ വരാൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Next, which of the following are automatically loaded and operates as a part of browser? ബ്രൗസറിന്റെ പാർട്ട് ആയിട്ട് ലോഡ് ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി, അതായത് ഒരു ബ്രൗസർ ലോഡ് ചെയ്തെന്ന് വെച്ചോ, ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്താണ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഡ് ഓൺസ് ആണോ, പ്ലഗിൻസ് ആണോ, യൂട്ടിലിറ്റീസ് ആണോ, വിഡ്ജറ്റ്സ് ആണോ? ഇത് വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ആഡ് ഓൺസ്, പ്ലഗിൻസ്, യൂട്ടിലിറ്റീസ്, വിഡ്ജറ്റ്സ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ പറയുന്നുണ്ടോ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ദാറ്റ് ഈസ് പ്ലഗിൻസ്. ഓക്കെ, എന്താന്ന് നമുക്ക് നോക്കാം. പ്ലഗിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ബ്രൗസർ ഡിസ്പ്ലേ ആയതിനു ശേഷം എന്താണ് ഇവിടെ നമുക്ക് ഒരു മൂവിങ് ആയിട്ട് മാർക്ക് പോലെ ഏതെങ്കിലും ഒക്കെ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ടാകാം. അതല്ല ഇനിയിപ്പം എന്താണ്, ഇപ്പൊ ഒരു ബ്രൗസറിൽ നമുക്കിപ്പോ ഇമേജസ് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പൊ ഗൂഗിളിനകത്ത് കയറി ഏതെങ്കിലും ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു 100 ഇമേജ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്ലവറിന്റെയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യണ പോലെ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഈ ഒരു ബ്രൗസറിന്റെ ടാബ് ഉണ്ടല്ലോ ഇവിടെ, അവിടെ നമുക്ക് ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് എന്ത് വേണേലും ആകാം. ആ ഒരു ഇപ്പൊ ഇമേജസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇമേജസ് ഡൗൺലോഡ് ചെയ്യുന്ന പ്ലഗിൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ ആ ഒരു ബ്രൗസറിൽ നമ്മൾ എന്താണ്, ഗൂഗിളിൽ നമ്മൾ ഓപ്പൺ ചെയ്തു ഒരു ഇമേജസ്, ഇന്ന ഫ്ലവറിന്റെ ഇമേജസ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, റോസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ ആ റോസിന്റെ ഒരു 100 ഇമേജസ് വന്നതിന് ശേഷം എന്താ ഇവിടെ ഈ ഒരു പ്ലഗിൻ കാണും. ഓക്കെ, ആ പ്ലഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡൗൺലോഡ്സിനകത്തോട്ട് ഈ ഇമേജസ് എല്ലാം തന്നെയാണ്. അതാണ് ഒരു പ്ലഗിൻ. അത് നമ്മൾ ബ്രൗസറിനകത്ത് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് പ്ലഗിൻ പ്രോഗ്രാംസ് ഓപ്പറേറ്റ്സ് ആസ് എ പാർട്ട് ഓഫ് ബ്രൗസർ. ഓക്കെ, ബ്രൗസറിന്റെ കൂടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ദെൻ ഇവിടെ ആഡ് ഓൺസ് എന്ന് പറയുന്നുണ്ടല്ലോ. ആഡ് ഓൺസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് എന്താണ്, നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഒരു ബ്രൗസറിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചില വെബ് ബ്രൗസേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ കുറെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാമർലി വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം ഒരു ബ്രൗസറിന്റെ കൂടെ. അതല്ല ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വേണമെങ്കിൽ അത് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെയുള്ള എക്സാമ്പിൾസിനാണ് ആഡ് ഓൺസ് എന്ന് പറയുന്നത്.
ഇനി യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാമാണ് നമ്മൾ യൂട്ടിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിഡ്ജറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണ്. ഓക്കെ, ആ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മളായിട്ടല്ല അതിനകത്ത് ക്ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ കലണ്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതിനെല്ലാം നമ്മൾ വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് വിഡ്ജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബ്രൗസർ ലോഡ് ചെയ്യുന്ന കൂടെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കുന്ന പ്ലഗിൻസിനാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ URL http://www.mySite.in/academics/index.html, which component identifies the path of a web page? Option A, mysite.in. Option B, www. C, /index.html. D, all of these. ഏതാണ് ഒരു വെബ് പേജിന്റെ പാത്ത് എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന ഏത് കമ്പോണന്റ് ആണ്? യെസ്, റൈറ്റ് ആൻസർ ആണ് /index.html ആണ് നമ്മളൊരു വെബ് പേജിന്റെ പാത്ത് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സിന്റാക്സ് ടു ഡിസ്പ്ലേ ഹലോ വേൾഡ് ഇൻ ആൻ അലേർട്ട് ബോക്സ് യൂസിംഗ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റില് ഒരു അലേർട്ട് ബോക്സിൽ ഹലോ വേൾഡ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതിനുള്ള കറക്റ്റ് സിന്റാക്സ് എന്താണ്? യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ദാറ്റ് ഈസ് അലേർട്ട് ഓഫ് ഹലോ വേൾഡ്. ഓക്കെ, ഇനി പ്രോംപ്റ്റ് ബോക്സ് ആണെന്നുണ്ടെങ്കിലോ? അതിനു മുമ്പ് കൺഫേം ബോക്സ്, നമുക്കറിയാം പോപ്പപ്പ് ബോക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അതില് കൺഫേം ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സിന്റാക്സ് എങ്ങനെ വന്നേനെ? അപ്പം വിൻഡോ എന്നുള്ള ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിൻഡോ ഡോട്ട് കൺഫേം ദെൻ ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്സ്റ്റ്. ഓക്കെ, കൺഫേം ബോക്സ് അറിയാലോ. ദാറ്റ് ഈസ് ഒരു യൂസർ ഒരു വെബ് പേജ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് കൺഫേം, അതായത് ആ യൂസറിൽ നിന്ന് ഒരു ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻപുട്ട് കിട്ടേണ്ട ഒരു ഇതാണ്, ഒരു ആക്ഷൻ കിട്ടേണ്ട ഒരു ഇതാണ് എന്ത് കൺഫേം എന്ന് പറയും. ഇനി അത് കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, പ്രോംപ്റ്റ് ബോക്സ്. പ്രോംപ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? സീൻ വിൻഡോ എന്നുള്ളൊരു ഒബ്ജക്റ്റ് യൂസ് ചെയ്യാം. ദെൻ അതിന്റെ കൂടെ തന്നെ പ്രോംപ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സപ്പോസ് ഓക്കെ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ പ്രോംപ്റ്റ് ബോക്സ് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ യൂസർ എന്ത് ചെയ്യണം? ഒരു ഇൻപുട്ട് വാല്യൂ സ്പെസിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കൊടുക്കുന്ന ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടല്ലോ, അപ്പൊ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഓക്കെയും കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് പുറത്തു പോകാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് പ്രോംപ്റ്റ് ബോക്സ്. ഓക്കെ, ഈ മൂന്നെണ്ണം അറിഞ്ഞിരിക്കണം. അലേർട്ട് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്കൊരു വാണിംഗ് പോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൺഫേം ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒരു ആക്ഷൻ, ഒരു ക്ലിക്ക് ഓക്കെ അതുപോലെയുള്ള എന്തെങ്കിലും മാത്രമായിരിക്കും. പ്രോംപ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോങ് വിത്ത് ആൻ ഇൻപുട്ട് വാല്യൂ നമുക്ക് എന്താണ് ഒരു കൺഫേം ബോക്സ് പോലെ ഒരു ഓക്കെ പോലെ അല്ലെങ്കിൽ ഒരു സബ്മിറ്റ് പോലെ എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ളതിനെയാണ് ഇപ്പോൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,